യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ ഹെരോദാവ് വാൾ കൊണ്ട് കൊന്നു. പിറ്റേ ദിവസം പുലരുമ്പോൾ ഏത് സമയവും താൻ വധിക്കപ്പെടാം. മരണഭീതി ഉള്ളിൽ നിലനിൽക്കുമ്പോഴും സ്വസ്ഥതയോടെ സമാധാനത്തോടെ പടയാളികളുടെ നടുവിൽ 2 ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ടിട്ടും ഒരു ഭീതിയും കൂടാതെ, ഒരു ഭയവും കൂടാതെ, ഒരു നിരാശയും കൂടാതെ ആ ഭക്തൻ ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ പരിശുദ്ധാത്മാവ് പറയുക, പ്രാർത്ഥനയുടെ ബലത്തിൽ ആത്മശക്തിയിൽ മുൻപോട്ട് യാത്ര ചെയ്യുന്ന പ്രിയരെ, എന്തൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിശാച് കൊണ്ടിട്ടാലും കാരാഗ്രഹം പോലെയുള്ള അവസാനിച്ചു, തീർന്നു, ഇല്ലാതായെന്ന് പറയുന്ന ചില വിഷയങ്ങളിൽ ആ പത്രോസിനു വേണ്ടി കാരാഗ്രഹത്തിൽ തൻ്റെ ദൂതനെ അയച്ച് 1-ാം കാവലും 2-ാം കാവലും കാഠിന്യമേറിയ ഇരുമ്പ് വാതിലിൻ്റെ പൂട്ടിനെയും അഴിച്ച് ഒരു കേടുപാട് പോലും കൂടാതെ ആ കാരാഗ്രഹത്തിൻ്റെ പുറത്തെത്തിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സാക്ഷ്യമായി നിർത്തിയതുപോലെ പ്രാർത്ഥനയുടെ ബലത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഈ ദിവസങ്ങളിൽ മുന്നോട്ട് പോകുക. ദൈവത്തിൻ്റെ ഒരു അത്ഭുത പ്രവൃത്തി നിങ്ങൾ ഒരിക്കലും പുറത്തു വരത്തില്ലെന്ന് അവസാനിച്ചെന്ന് വിധിയെഴുതിയ ചില വിഷയത്തിൻ്റെ നടുവിൽ ചില അത്ഭുതങ്ങൾ ആ വിഷയത്തിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ പ്രാർത്ഥനയുടെ ബലത്തിൽ മുന്നോട്ട് പോകുക. ഒരത്ഭുതം നമ്മൾ കാണും. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ഏവരെയും സഹായിക്കട്ടെ.